ഖലീഫ ഉമറിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ദേശം JBSൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1970 ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിരിക്കാം. ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ എന്ന് പറഞ്ഞത് ആ കൊല്ലം സ്കൂൾ തുറന്ന് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് മലയാള പാഠാവലി അച്ചടിച്ച് സർക്കാർ വിതരണം ചെയ്യാൻ തയ്യാറായത്. പുതിയ പുസ്തകമായിരുന്നു. പഴയ പുസ്തകം മാറി പുതിയ പുസ്തകം വന്നു. പുതിയ പുസ്തകം നമ്മുടെ സർക്കാർ സംവിധാനമായതുകൊണ്ട് അത് കിട്ടാൻ ഒരുപാട് താമസിച്ചു. അപ്പോൾ കുറേ കാലം മാഷന്മാരും ടീച്ചർമാരും പുസ്തകം ഇല്ലാതെ പഠിപ്പിച്ചു. പിന്നീട് പുസ്തകം വന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ ഖലീഫ ഉമറിനെക്കുറിച്ച് ഒരു പാഠമുണ്ടായിരുന്നു. വേറെയും പല പാഠങ്ങളുണ്ടായിരുന്നു. കുറുക്കനും ഒട്ടകവും എന്ന പാഠമുണ്ടായിരുന്നു. അതുപോലെ ലെനിനും കർഷകനും ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു. ഭർത്താവെ കണ്ടിയിലെയോ കനകമയ മൃഗം എന്ന കവിത ഉണ്ടായിരുന്നു. ഇങ്ങനെ പലതും ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കേണ്ട. അതിൽ ഒന്ന് ഖലീഫ ഉമറായിരുന്നു. അപ്പോൾ ആ പാഠം ക്ലാസ്സിലെടുത്ത് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇത് കേരള നിയമസഭയിൽ ചർച്ചാ വിഷയമായി. കാരണം ഈ പാഠത്തോടൊപ്പം ഖലീഫ ഉമറിൻ്റെ ഒരു ചിത്രമുണ്ടായിരുന്നു. പാഠം ഏതാണ്ട് ഈ പറയുന്ന രീതിയിലാണ്. ഖലീഫ ഉമർ അതിൻ്റെ ഭരണകാലത്ത് അറേബ്യയിൽ അദ്ദേഹം ഒരു ദിവസം റോഡിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ കുട്ടികൾ കരയുന്ന ശബ്ദം കിട്ടും. അപ്പോൾ ഇദ്ദേഹം എന്താണെന്നറിയാൻ വേണ്ടി ആ വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് നോക്കി. ഒരു ദരിദ്ര ഭവനമാണ്. അവിടെ ഒരു പാവപ്പെട്ട സ്ത്രീ അടുപ്പിൽ തീയരിയുന്നുണ്ട്. കാലത്തിൽ കയ്യിലിട്ട് ഇളക്കുന്നു. എന്താണ് കുട്ടികൾക്ക് അറിയുന്ന അവർക്ക് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ എന്ന് ഖലീഫ ഉമർ പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഇവിടെ യാതൊന്നുമില്ല ഭക്ഷിക്കാൻ. കുട്ടികൾ കരഞ്ഞ് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചാണ്. കാലത്തിലൊന്നുമില്ല, വെറുതെ കയ്യിലിട്ട് ഇളക്കുകയാണ് എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഖലീഫ ഉമറിന് വലിയ വിഷമം തോന്നി. അദ്ദേഹം വീട്ടിൽ പോയി ഈന്തപ്പഴവും ഒലിവെണ്ണയും അതുപോലെ ഗോതമ്പ് മാവും കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ അവർ കുട്ടികൾ തൽക്കാലത്തേക്ക് ഈന്തപ്പഴം തിന്നട്ടെ, അപ്പോഴേക്കും മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കി കൊടുക്കും എന്ന് ഖലീഫ ഉമർ പറഞ്ഞു. ഇതാണ് കഥ, അതാണ് പാഠം. അപ്പോൾ ഈ അന്ന് ഒലിവെണ്ണ എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. നമ്മൾ കുട്ടികൾക്കും അറിയില്ല, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും മാഷന്മാർക്കും അറിയില്ല. ഒലിവെണ്ണ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനമാണ് എന്ന രീതിയിലാണ് പഠിപ്പിച്ചതെന്ന് ഞാൻ ഓർക്കും. അപ്പോൾ ഇത് വിവാദമായത് ഈ പുസ്തകത്തിൽ ഖലീഫയുടെ പടം ഉണ്ടായിരുന്നു എന്നുകൊണ്ടാണ്. അതിൽ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരും. കാരണം ഈ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയുടെയും കുട്ടികളുടെയും പടമുണ്ട്. ഈ സ്ത്രീയുടെ വേഷവിധാനം തെക്കേ മലബാറിലെ മുസ്ലിം സ്ത്രീകളുടെ വേഷമായിരുന്നു, അല്ലാണ്ട് അറബി സ്ത്രീകളുടെ വേഷമല്ല. അതിനേക്കാളും വിചിത്രമായ കാര്യം, ഖലീഫ ഉമർ ഇടത്തോട്ട് മുണ്ടുകൊടുത്ത് ഒരു വട്ടക്കഴുത്തുള്ള കുപ്പായം ഇട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ CH മുഹമ്മദ് കോയ ഉപയോഗിക്കുന്ന രീതിയിലുള്ള തുർക്കി തൊപ്പിയും ഉണ്ടായിരുന്നു. ഏതാണ്ട് CHൻ്റെ രൂപത്തിലാണ് ഖലീഫയെ വരച്ചത്. അതിനുശേഷമാണ് ഇത് വിവാദമായി. ലീഗ് MLA മാർ നിയമസഭയിൽ ബഹളമുണ്ടാക്കി. ഖലീഫയുടെ പടം ചേർത്ത് തെറ്റായിപ്പോയി എന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ തന്നെ സമ്മതിച്ചു. അതേ തുടർന്ന് ആ പേജിൽ ഒട്ടിച്ചു വയ്ക്കാനായിട്ട് ഒരു കടലാസ് ആ പേജിൽ ഉള്ള ഖലീഫയുടെ പടം മറയ്ക്കാൻ വേണ്ടി. പിന്നീട് വരുന്ന എഡിഷനിലൊക്കെ ആ പടം ഒഴിവാക്കി. ഇപ്പോൾ DC ബുക്സ് ഈ പഴയ മലയാള പുസ്തകങ്ങൾ ഒരു വലിയ സമാഹാരമായിട്ട് ഇറക്കിയിട്ട് അതെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഖലീഫയുടെ പടമില്ലാത്ത പാഠം മാത്രമേ കാണൂ. ഇപ്പോൾ ഇത് ഓർക്കാൻ കാര്യം വെച്ചാൽ ഖലീഫ ഉമറിനെ കുറിച്ച് പിന്നീട് പലപ്പോഴും കേട്ടിട്ടുണ്ട്, പല ക്ലാസ്സുകളിൽ പഠിക്കാനൊക്കെ ഭാഗ്യമുണ്ടായിട്ട്. ഇപ്പോൾ ഓർക്കാൻ കാര്യം നമ്മുടെ BJP വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന സാക്ഷാൽ സന്ദീപ് വാര്യർ അദ്ദേഹത്തെ തന്നെ ഖലീഫ ഉമറിനോട് ഓമിച്ചിരിക്കുകയാണ്. കുഞ്ഞിക്കൂനൻ എന്നുള്ള സിനിമ കണ്ടല്ലേ, അതിൽ ദിലീപ് പറയുന്നുണ്ട് കുഞ്ഞൻ എന്നുള്ളത് ആളുകൾ വിളിക്കുന്ന പേരാണ്, ഞാൻ തന്നെ ഇട്ട പേര് വിമൽ കുമാർ എന്നാണ് എന്ന് പറഞ്ഞ പോലെ സന്ദീപ് വാര്യർ പുള്ളിക്ക് തന്നെ ഇട്ടിരിക്കുന്ന പേര് പുള്ളിയെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഖലീഫ ഉമറിനോടാണ്. ഖലീഫ ഉമർ എന്ന് പറയുന്നത് പഴയ കാലത്തെ, അതായത് മുഹമ്മദ് നബിയുടെ രണ്ടാമത്തെ പിൻഗാമിയാണ്. ഒന്നാമത്തെ പിൻഗാമി അബൂബക്കറാണ്, രണ്ടാമത്തത് ഉമറാണ്. ഉമർ ഇബ്നുൽ ഖത്തീബ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹം 1634 മുതൽക്ക് 644 വരെ ഏതാണ്ട് 10 വർഷത്തിലധികം ഈ ഖിലാഫത്ത് നയിച്ച ആളാണ്. രണ്ടാമത്തെ ഖലീഫയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഇസ്ലാം മതം അറേബ്യയുടെ അതിരുകൾ വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ച് ഇദ്ദേഹം വലിയ വലിയ യുദ്ധങ്ങളൊക്കെ ജയിച്ച ആളാണ്. വലിയ പരാക്രമിയായിരുന്നു. അതിനേക്കാൾ ഉപരി വലിയ ഭരണകർത്താവായിരുന്നു. ഉമർ ആദ്യകാലത്ത് മുഹമ്മദ് നബിയുടെ വലിയൊരു വിമർശകനും എതിരാളി ശത്രുവായിരുന്നു. പിന്നീട് അദ്ദേഹം സത്യമാർഗത്തിലേക്ക് വരികയും അദ്ദേഹം മുഹമ്മദിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയും രണ്ടാമത്തെ ഖലീഫയുമായി തീർന്നു എന്നുള്ളിടത്താണ് സന്ദീപ് വാര്യരുടെ ഉപമയുടെ സ്വാരസ്യം കിടക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കടുത്ത വിരോധിയും എതിരാളിയും ശത്രുവുമായിരുന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ ദാ ഉമർ ഇബ്നുൽ ഖത്തീബിനെ പോലെ
മാനസാന്തരം വന്ന് നല്ല ഒന്നാന്തരം ഒരു കോൺഗ്രസ്സുകാരനായിട്ട് കതറിട്ട കോൺഗ്രസ്സുകാരനായിട്ട് മാറിയിരിക്കും. എങ്ങനെയുണ്ട് ഉപമ ഒന്ന് ആലോചിച്ച് നോക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ നാട്ടിൽ ഇസ്ലാമിക ചരിത്രം അത്രയധികം പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലായെന്ന് വരില്ല. അങ്ങനെ മനസ്സിലാവാത്ത ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഏതായാലും ഖലീഫ ഉമറിൻ്റെ ചരിത്രം അവസാനം വരെ പഠിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് സന്ദീപ് വാര്യരോട് സ്നേഹബുദ്ധിയാണ് പറയാനുള്ളത്. ഇദ്ദേഹം ഖലീഫയായിട്ടിരിക്കുന്ന സമയത്ത് ഭരണം 10-ാം വർഷം കഴിഞ്ഞ് 11-ാം വർഷത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇദ്ദേഹത്തെ ഒരു കുലംകുത്തി ഇദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് വെട്ടി എന്നാണ് ചരിത്രം. ഖലീഫ ഉമറിൻ്റെ ചരിത്രം മാത്രമല്ല, അബു സൂഫിയാൻ്റെ ചരിത്രം കൂടി സന്ദീപ് വാര്യർ പഠിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ പോലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ മുസ്ലിം ലീഗുകാരടക്കമുള്ള ആളുകൾ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും എന്നും കൂടി എനിക്ക് അഭിപ്രായമുണ്ട്. ഈ ഉമറിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രവാചകൻ്റെ വലിയൊരു വിരോധിയും ശത്രുവുമായിരുന്നു അബു സൂഫിയാൻ. അബു സൂഫിയാനും അബു ജാഹിലുമായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. അബു ജാഹിൽ അവസാനം വരെ ഉറച്ചു നിന്നു. അബു സൂഫിയാൻ ഒരു ഘട്ടത്തിൽ ഈ പ്രവാചകൻ്റെ ഭാഗത്താണ് ആളുകൾ കൂടുതൽ, അദ്ദേഹമാണ് ജയിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ മറുകണ്ഠം ചാടിയ ആളാണ്. ലാസ്റ്റ് മിനിറ്റിൽ മറുകണ്ഠം ചാടുന്ന ചില ആൾക്കാരുണ്ടല്ലോ, സന്ദീപ് വാര്യരെ പോലെ. അങ്ങനെ മറുകണ്ഠം ചാടിയ ഒരാളാണ് അബു സൂഫിയാൻ. അദ്ദേഹം പിന്നീട് വലിയ പദവികളൊക്കെ അലങ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ മുആവിയ പിന്നീട് വലിയ പ്രമാണിയായി തീരുകയും വലിയ പരാക്രമിയായിട്ട് പേരെടുക്കുകയും സാക്ഷാൽ മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവും 4-ാമത്തെ ഖലീഫയുമായിരുന്ന അലിയെ വധിച്ച് ഭരണാധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ മുആവിയ അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹമാണ് ഇസ്ലാം മതത്തിലെ ആദ്യത്തെ രാജാവ് എന്നറിയപ്പെടുന്നത്. പിന്നീട് പുതിയ ഒരു ഖിലാഫത്ത് തന്നെ തുടങ്ങി വെച്ചു. അതിനാണ് ഉമവിയ ഖിലാഫത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ഥാപകനാണ് ഈ മുആവിയ. മുആവിയയുടെ മകനായിരുന്ന യസീദ്, അതിലും വലിയ പരാക്രമിയായിരുന്നു അദ്ദേഹം. ഈ പ്രവാചകൻ്റെ 2 പൗത്രന്മാരെയും കൊലപ്പെടുത്തി. മൂത്തയാളായിരുന്ന ഹസൻ, 2-ാമത്തെ ആളായിരുന്ന ഹുസൈൻ. ഇവർ രണ്ടുപേരും കൊലപ്പെടുത്തിയത് യസീദാണ്. അങ്ങനെയാണ് ഈ ഷിയ സംവിധാനം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് സുന്നികൾ ഷിയാകൾ തമ്മിൽ പിരിഞ്ഞു. യസീദിനെയും മുആവിയെയും ഒക്കെ പിന്തുണച്ചിരുന്ന ആളുകൾ സുന്നികളായിട്ട് അറിയപ്പെടുകയും അലിയുടെ പിൻഗാമികൾ അല്ലെങ്കിൽ ഹുസൈനെ ഒരു വലിയ രക്തസാക്ഷിയായിട്ട് വാഴ്ത്തുന്ന ആളുകൾ അവർ ഷിയാക്കളായിട്ട് മാറിച്ചു. ഇറാനിലും ഇറാഖിലുമൊക്കെ ഷിയാക്കളാണ് കൂടുതൽ. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം എന്ന് പറയാൻ പറ്റില്ല, ഒരു ആചരണം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് ദുഃഖവെള്ളിയാഴ്ച പോലെ ഇവർക്ക് മുഹറമാണ്. മുഹറം 10-ാം തീയതിയാണ് പ്രവാചകൻ്റെ പേരക്കുട്ടിയായിരുന്ന ഹുസൈന്, ഇമാം ഹുസൈൻ, അദ്ദേഹത്തെ ഈ യസീദിൻ്റെ കിങ്കരന്മാർ കൊലപ്പെടുത്തി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞു ഈ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് എനിക്ക് സന്ദീപ് വാര്യരോടും അദ്ദേഹത്തെ ഇപ്പോൾ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്ന ലീഗുകാരടക്കമുള്ള എല്ലാ UDF-കാരോടും പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.